നിതീഷ് കുമാർ കേന്ദ്രത്തിലേക്ക് കേരളത്തിൽ നിന്ന് അബ്ദുള്ളക്കുട്ടിയും. ദേശീയ രാഷ്ട്രീയത്തിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നടത്തുന്ന വൻ നീക്കങ്ങൾക്കിടെ കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയിൽ കേരളത്തിന് അപ്രതീക്ഷിത നറുക്കുവീഴാൻ സാധ്യത. ബി.ജെ.പി. ദേശീയ വൈസ് പ്രസിഡന്റ് എ.പി. അബ്ദുള്ളക്കുട്ടിയെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യസഭ വഴി കേന്ദ്രമന്ത്രിയാകാൻ ഒരുങ്ങുന്നതോടെ നടക്കുന്ന പുനഃസംഘടനയിൽ മന്ത്രിസ്ഥാനങ്ങളിലേക്ക് കേരളത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ നേതാവിനെ കേന്ദ്രമന്ത്രിയാക്കുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. കേരളത്തിലെ മുസ്ലിം സമുദായത്തെ പാർട്ടിയോട് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസല്യാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് അബ്ദുള്ളക്കുട്ടിയുടെ പേര് സജീവമായി പരിഗണിക്കുന്നത്. മുൻപ് എം.പി.ആയും എം.എൽ.എയായും പ്രവർത്തിച്ച പരിചയസമ്പത്തും ദേശീയ തലത്തിൽ പാർട്ടിയുടെ ഉന്നത പദവിയിൽ ഇരിക്കുന്നതും അബ്ദുള്ളക്കുട്ടിക്ക് അനുകൂല ഘടകങ്ങളാണ്. അടുത്ത മാസം രാജ്യസഭാ തിരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹത്തെ പാർലമെന്റിലെത്തിക്കാനാണ് നീക്കം. നിതീഷ് കുമാർ കേന്ദ്രത്തിലേക്ക് മാറുന്നതോടെ ബീഹാറിൽ ബി.ജെ.പി. മുഖ്യമന്ത്രിയും നിതീഷിന്റെ മകൻ നിഷാന്ത് കുമാറും ഉപമുഖ്യമന്ത്രിയുമാകുന്ന പുതിയ ഭരണസൂത്രവാക്യം യാഥാർത്ഥ്യമാകും. ഈ രാഷ്ട്രീയ മാറ്റങ്ങൾക്കിടയിൽ ദക്ഷിണേന്ത്യയ്ക്ക് അർഹമായ പരിഗണന നൽകുന്നതിന്റെ ഭാഗമായി അബ്ദുള്ളക്കുട്ടിക്ക് മന്ത്രിസഭയിൽ ഇടം ലഭിച്ചാൽ അത് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെയാകെ മാറ്റിമറിക്കും. RSSുമായി കൂടിയാലോചിച്ചായിരിക്കും ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യസഭ വഴി കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ഗൗരവകരമായ ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ നേതാവിനെ കേന്ദ്രമന്ത്രി സ്ഥാനത്തെത്തിക്കുന്നത് രാഷ്ട്രീയമായി വലിയ ഗുണം ചെയ്യുമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. ന്യൂനപക്ഷ വിഭാഗങ്ങളെ പാർട്ടിയോടടുപ്പിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഇടപെടലുകളുടെ തുടർച്ചയായാണ് ഈ നീക്കം. ബീഹാറിൽ ബി.ജെ.പിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറി നിതീഷ് കേന്ദ്രത്തിലേക്ക് നീങ്ങുമ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു മുസ്ലിം മുഖത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് രാഷ്ട്രീയമായി വലിയ നേട്ടമാകുമെന്ന് ബി.ജെ.പി. കരുതുന്നു. നിതീഷിന്റെ മകൻ നിഷാന്ത് കുമാറിനെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ബീഹാറിൽ പുതിയൊരു തലമുറ മാറ്റത്തിനും വഴിയൊരുങ്ങുകയാണ്. RSS നേതൃത്വവുമായി നടത്തുന്ന അന്തിമ ചർച്ചകൾക്ക് ശേഷം മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും.